ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും ക്ലാസ്സിന് റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോഡി മെക്കാനിക്സ് എന്താണെന്നാണ് പഠിച്ചത്. പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എങ്ങനെയാണ് ബോഡി അലൈൻ ചെയ്യേണ്ടത്, അത് കാരണം എങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അതിനകത്ത് പഠിച്ചത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ രോഗികൾ, ബെഡ് റിഡൻ ആയ രോഗികൾ, ഇവർക്ക് എക്സസൈസിൻ്റെ അഭാവം കാരണമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ, അതായത് എക്സസൈസിൻ്റെ അഭാവത്തിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, ബവൽ മൂവ്മെൻറ്റ് ഇവയൊക്കെ തടസ്സപ്പെടും. അതുപോലെ തന്നെ കൺട്രാക്ചേഴ്സ്, ജോയിൻറ്റ് സ്റ്റിഫ്നെസ്, മസിൽ വീക്കനിങ്, ഇതുപോലുള്ള പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലാണെങ്കിലും എക്സസൈസ് അത്യാവശ്യമാണ്. തെറാപ്പിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഇത് അത്യാവശ്യമാണ്. ഇപ്രകാരം ചെയ്യുന്ന തെറാപ്പിയുടെ ഭാഗമായി ചെയ്യുന്ന എക്സസൈസിനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു പ്രാക്ടിക്കൽ ടോപ്പിക്കാണ്. പ്രാക്ടിക്കലിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് എക്സസൈസ്, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, ഇവ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അതിൻ്റെ ഒരു ബേസ് നോക്കിയതിന് ശേഷം പ്രാക്ടിക്കലിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എക്സസൈസിൻ്റെ എക്സർസൈസ് ഈസ് എ type of physical activity defined as a planned, structured and repetitive body movements performed to improve health and maintain fitness to achieve an optimal state of health. അതായത് ശാരീരിക ആരോഗ്യവും കായികക്ഷമതയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിട്ടയായി ക്രമീകരിച്ചിരിക്കുന്ന ശാരീരിക ചലനത്തെയാണ് വ്യായാമം എന്ന് പറയുന്നത്. എക്സർസൈസ് is a type of physical activity defined as a planned, structured and repetitive bodily movement performed to improve health and maintain fitness to achieve an optimal state of health. Okay. അടുത്തതായി പർപ്പസ് ഓഫ് എക്സസൈസ്, എന്താണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഇംപ്രൂവ്സ് കാർഡിയോപൾമണറി ഫങ്ഷൻ, ഇംപ്രൂവ്സ് ഗേഷ്യസ് എക്സ്ചേഞ്ച്, improve muscle tone and strength, improves appetite and facilitate peristalsis, stabilizes blood sugar level, reduces stress. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. The first is to improve cardiopulmonary function, അതുപോലെ തന്നെ gaseous exchange. ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന കാര്യങ്ങളാണ്. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർ എക്സസൈസ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ദ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് അത്യാവശ്യമാണ്. എക്സസൈസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ജോയിൻറ്റ് ഫ്ലെക്സിബിൾ ആവും, റേഞ്ച് ഓഫ് മോഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. അതോടൊപ്പം നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് ആണ് ഈ പറയുന്നത്. അഡിക്വേറ്റ് ഓർ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ്, the strength of heart muscle contraction and the blood supply to the heart and muscles through increased cardiac output. It also promotes the heart health by mediating the harmful effects of stress. It improves the gaseous exchange. Ventilation, അതായത് എയർ സർക്കുലേറ്റിംഗ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്, നമ്മുടെ ലങ്സിനകത്തേക്ക് എയർ കയറുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ. ആൻഡ് ഓക്സിജൻ ഇൻടേക്ക് ഡ്യൂറിങ് എക്സസൈസ്. ഇതൊക്കെ കാരണം നമ്മുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി തന്നെ നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്യും, നല്ലവണ്ണം എയർ എക്സ്ചേഞ്ച് നടക്കും. ഓക്കെ, ദെയർ ബൈ ഇംപ്രൂവിങ് ദ ഗ്യാസ് എക്സ്ചേഞ്ച്. ഇറ്റ് ഇൻക്രീസസ് ദ മസിൽ ടോൺ ആൻഡ് സ്ട്രെങ്ത്. റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ അപ്പറ്റൈറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് പെരിസ്റ്റാൾസിസ്. എക്സസൈസ് ഇംപ്രൂവ്സ് ഓർ ഇൻക്രീസസ് ദ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് ടോൺ, facilitating the peristalsis. It elevates the metabolic rate, increases the production of body heat and waste products and calorie use. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലവണ്ണം വിശപ്പുണ്ടാവുകയും അതുപോലെ തന്നെ നല്ല ബവൽ മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. Then it stabilizes the blood sugar level. Weight loss and exercise stabilize the blood sugar and make cells more responsive to insulin. With adequate exercise, it promotes efficient blood flow. നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ്. എക്സസൈസ് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ elevating the mood and relieving the stress and anxiety.
റെഗുലർ എക്സസൈസ് ഓൾസോ ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മളൊരു ഡീപ്പ് റെസ്റ്റ് നമുക്ക് കിട്ടും. എത്ര സമയം അധികം ഉറങ്ങി എന്നുള്ളതല്ല, എത്ര ഡീപ്പായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബോഡി സെൽസ് എല്ലാം റിപ്പയർ ചെയ്യുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്, സ്ലീപ്പ് ചെയ്യുന്ന സമയത്താണ്. സോ സ്ട്രെസ്സ് കുറയ്ക്കുകയും അതോടൊപ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യുകയുമാണ് ഇത് ചെയ്യുന്നത്. സോ ദ പർപ്പസ് ഓഫ് എക്സസൈസ് ആർ ഇറ്റ് ഇംപ്രൂവ്സ് ദ കാർഡിയോപൾമണറി ഫംഗ്ഷൻ, improves the gaseous exchange, increases muscle tone and strength, improves appetite and facilitates peristalsis, it stabilizes the blood sugar level and it reduces stress. Next we can see the types of exercise. Based on muscle contraction, exercise is divided into isotonic exercise, isometric exercise and isokinetic exercise. Based on the source of energy, it is divided into active and passive exercise. Let's see one by one. The first is isotonic exercise. Isotonic exercise means it causes muscle contraction and active movement. മസിൽ കൺട്രാക്ഷനോടൊപ്പം നമ്മുടെ ശരീരം മൂവ് ചെയ്യുകയും ചെയ്യും ഐസോട്ടോണിക് എക്സസൈസിൽ. ഉദാഹരണമായിട്ട് വാക്കിംഗ്, എയറോബിക്സ്, മൂവിങ് ആംസ് ആൻഡ് ലെഗ്സ്. നമ്മൾ നടക്കുന്ന സമയത്ത് കൈകാലൊക്കെ വീശി നടക്കുക, എയറോബിക്സ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മസിൽ കൺട്രാക്ട് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ശരീരവും മൂവ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് ഈസ് ഐസോമെട്രിക് എക്സസൈസ്. ഇൻ ദിസ് ദർ ഇസ് ടൈറ്റനിങ് ഓർ ടെൻസിങ് ഓഫ് ദ മസിൽ വിത്തൗട്ട് ഷോർട്ടനിങ്. അതായത് ദർ ഇസ് നോ മൂവ്മെൻറ്റ്. നമ്മുടെ മസിൽ കൺട്രാക്ഷൻ എല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ മൂവ്മെൻറ്റ് ഇല്ല. കൺട്രാക്ഷൻ ഓഫ് ഗ്ലൂട്ടിയൽ മസിൽസ്. നമ്മുടെ ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഒരു മസിൽ നമ്മളിങ്ങനെ ചുരുക്കി പിടിക്കുക. നമുക്ക് വലിയ തൈ മസിൽസ് ഒക്കെ ഇങ്ങനെ ചുരുക്കി പിടിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റും. So there is no movement but there is shortening of the muscles. Adana isometric exercise. The third one is isokinetic exercise. It involves muscle contraction with resistance. ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ കാല് ചവിട്ടിയിട്ട് മൂവ്മെൻറ്റ് ഓഫ് ലെഗ് എഗൻസ്റ്റ് എ റെസിസ്റ്റൻറ്റ്, കാല് നമ്മളൊരു സ്ഥലത്ത് പ്രസ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. അതാണ് ഒരു റെസിസ്റ്റൻസിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ ഈ മെഷീൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ചെയ്യുന്ന എക്സസൈസ് പലതും ഇതിനകത്ത് വരുന്നതാണ് ഐസോകൈനറ്റിക്. ദ നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജി. എനർജി സോഴ്സ് വെച്ചിട്ട് ആക്റ്റീവ് എക്സസൈസ് ഉണ്ട്, പാസീവ് എക്സസൈസ് ഉണ്ട്. അത് പേര് പോലെ തന്നെയാണ്. ആക്റ്റീവ് എക്സസൈസ് മീൻസ് ഇറ്റ് ഈസ് ദ എക്സസൈസ് ഡൺ ബൈ ദ പേഴ്സൺ വിതൗട്ട് എനി അസിസ്റ്റൻസ്. ഒരു സഹായവും ഇല്ലാതെ നമ്മൾ തനിയെ ചെയ്യുന്ന എക്സസൈസ്. It is the therapeutic activity that the client performs independently. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റൊരാളിൻ്റെ സഹായമില്ലാതെ, പരസഹായമില്ലാതെ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ആണ് ആക്റ്റീവ് എക്സസൈസ്. ദ നെക്സ്റ്റ് ഈസ് പാസീവ് എക്സസൈസ്. ഇറ്റ് ഈസ് ദ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി ദാറ്റ് ദ ക്ലൈൻറ്റ് പെർഫോംസ് വിത്ത് അസിസ്റ്റൻസ്. മറ്റൊരാളിൻ്റെ സഹായത്തോടുകൂടെ അവരുടെ സഹായത്താൽ നമ്മൾ ചെയ്യുന്നെങ്കിലാണ് അത് പാസീവ് എക്സസൈസ്. അതായത് ദ ക്ലൈൻറ്റ് ഹാസ് നോ റോൾ ഇൻ ദാറ്റ് എക്സസൈസ്. It is provided when a client cannot move one or more parts of the body. എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോയിൻ്റ് തനിയെ മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൊടുക്കുന്ന എക്സസൈസിനെയാണ്, ആ ബോഡിയിൽ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ പാസീവ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സസൈസ് 2 ടൈപ്സ് ഉണ്ട്. Excuse me. Based on muscle contraction 3 types ഉണ്ട്. Isotonic exercise, isometric exercise and isokinetic exercise. Based on the source of energy, it is active exercise or passive exercise. Okay, let's move on. Next we can see the range of motion exercise or ROM exercise. This means the movement of a joint to the extent possible without causing pain. അതായത് ഒരു ജോയിൻ്റ് എത്രത്തോളം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, ആ മൂവ് ചെയ്യാൻ പറ്റുന്നത് വിതൗട്ട് കോസിങ് എനി പെയിൻ. വേദനാരഹിതമായിട്ട് ഒരു ജോയിൻറ്റിന് എത്ര മൂവ് ചെയ്യാൻ പറ്റും. ദ റേഞ്ച് മെഷർഡ് ഇൻ ഡിഗ്രീസ് ഓഫ് എ സർക്കിൾ. നമ്മളൊരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ നമ്മുടെ ജോയിൻ്റാണ്. അങ്ങനെ കരുതിയാൽ ത്രൂ വിച്ച് എ ജോയിൻറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഓർ ഫ്ലെക്സ്ഡ്. എത്രത്തോളം ആ ജോയിൻറ്റ് നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് കോസിങ് എനി പെയിൻ. ആ മൂവ്മെൻറ്റ് അങ്ങനെ ചെയ്യുന്ന എക്സസൈസിനെയാണ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ,
Next, we can see the purpose of range of motion exercise. It is more or less the same as that of exercise. നമ്മൾ നേരത്തെ എക്സസൈസിൻ്റെ പർപ്പസസ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇറ്റ് പ്രൊമോട്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ ജോയിൻറ്റ് മൊബിലിറ്റി. എല്ലാ ജോയിൻസിനും അതിൻ്റെതായിട്ടുള്ള ആ ജോയിൻറ്റിന് എത്രത്തോളം മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ജോയിൻറ്റ് മൊബിലിറ്റി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പർപ്പസ്. ഇംപ്രൂവ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. പ്രിവെൻറ്റ്സ് കൺട്രാക്ചേഴ്സ്, ജോയിൻറ്റ് സ്റ്റിഫ്നെസ്, മസിൽ വീക്കനിങ്, മസിൽ സ്റ്റിഫ്നെസ് ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ്സ് ദ റിലാക്സേഷൻ ഫോർ ദ പേഷ്യൻറ്റ്. അതായത് എക്സസൈസ് എപ്പോഴും നമുക്ക് എനർജി ഗിവിംഗ് ആണ്. എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വെൽ ഫീലിംഗ് ഉണ്ട്. സോ ഇറ്റ് ക്രിയേറ്റ്സ് റിലാക്സേഷൻ ഫോർ ദ പേഷ്യൻറ്റ്. അവർ തനിയെ ചെയ്താലും പാസീവായിട്ട് നമ്മൾ ചെയ്തു കൊടുത്താലും ഇറ്റ് ക്രിയേറ്റ്സ് റിലാക്സേഷൻ ഫോർ ദ പേഷ്യൻറ്റ്. ഓക്കെ, സോ ദ പർപ്പസ് ഓഫ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ഈസ് പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ ജോയിൻറ്റ് മൊബിലിറ്റി, improves circulation, prevents contractures and facilitate relaxation for the patient. Okay. The next slide is types of range of motion exercise. എത്ര തരം range of motion exercise ഉണ്ട്? The first is passive range of motion exercise, or we call it as PROM exercise. Active range of motion exercise or AROM exercise. Assisted active range of motion exercise or AAROM exercise. ആക്റ്റീവും പാസീവും നമ്മൾ നേരത്തെ ടൈപ്സിൽ കണ്ടതുപോലെ തന്നെയാണ്. പാസീവ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഹെൽപ്പ് വേണം, ആക്റ്റീവ് അത് വേണ്ട. അസിസ്റ്റഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് അവർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു അസിസ്റ്റൻസ് വേണം. നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. The first is passive range of motion exercise. Here the exercise is carried out by someone else. Probably nurse or the physiotherapist is doing this exercise for the client. ഇത് തെറാപ്പിയുടെ ഭാഗമായിട്ടാകാം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്ന പേഷ്യൻസ്, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ്, സർജറി കഴിഞ്ഞ പേഷ്യൻസ്, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ്, ഇവർക്കൊക്കെ തെറാപ്പിയുടെ ഭാഗമായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ചെയ്യുന്ന എക്സസൈസിനെയാണ് പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ നീ ജോയിൻറ്റിൽ ആവശ്യമുള്ള എക്സസൈസ് നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓരോ ജോയിൻറ്റിലും ഏതൊക്കെ മൂവ്മെൻറ്റ്സ് പോസിബിളാണ്, ആ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ പ്രാക്ടിക്കൽ. സോ അത് പറയുന്ന സമയത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പം നിങ്ങൾ PROM അല്ലെ പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ്. ഓക്കെ, പേഷ്യൻറ്റ് ഹാസ് നോ റോൾ ഇൻ ദിസ് എക്സസൈസ്. അതാണ് പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്. The next is active range of motion exercise. In this, the exercise is done by the person himself without any assistance. ഒരു സഹായവും ഇല്ലാതെ ആ വ്യക്തി സ്വയമേ ചെയ്യുന്ന എക്സസൈസാണ്. The client is able to perform it independently. മറ്റൊരാളിൻ്റെ സഹായമില്ലാതെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ്. അപ്പോൾ തെറാപ്പിയുടെ ഭാഗമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ കണ്ടീഷൻ, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചാണ് എത്രത്തോളം അവർക്ക് ആക്റ്റീവ് എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് അല്ലെങ്കിൽ അല്ലാതെ തന്നെ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, the next is assisted AROM, assisted active range of motion exercise. In this, it is performed by the client with some assistance. The client can move a limb partially through its range of motion but needs help in completing the range of motion. അതായത് ഒരു ജോയിൻറ്റ് അതിന് പോസിബിളായിട്ടുള്ള റേഞ്ച് ഓഫ് മോഷനിൽ എത്താനായിട്ട് ഒറ്റയ്ക്ക് പേഷ്യൻറ്റിനെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ ഒരു പരിധിവരെ അവർക്കത് തനിയെ ചെയ്യാൻ പറ്റും. ആ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആരുടെയെങ്കിലും സഹായം വേണം. സോ ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ ഒരു ചെറിയ അസിസ്റ്റൻസ് കൂടെ ഉണ്ടാവും. അസിസ്റ്റൻസ് ആവശ്യമുള്ളത് വരെയുള്ള കാര്യങ്ങൾ പേഷ്യൻ്റ് തനിയെ ചെയ്യും. അതാണ് അസിസ്റ്റഡ് ആക്റ്റീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ആക്റ്റീവും പാസീവും അസിസ്റ്റഡ് ആക്റ്റീവും ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്, ഓരോ ജോയിൻറ്റിലും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രാക്ടിക്കലിൽ വരുന്നത്. ഓരോ ജോയിൻസിൻ്റെയും മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലിൽ പഠിക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബോഡിയുടെ പ്ലെയിൻസ് എന്താണ്, ബോഡി പ്ലെയിൻസ് ഓർ അനാറ്റമിക്കൽ പ്ലെയിൻസ് എന്താണെന്ന് നോക്കാം.
An anatomical plane is a hypothetical plane used to transect the body in order to describe the location of structures or the direction of movement. അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്ലെയിൻ ആണ്. ഹൈപ്പോത്തറ്റിക്കൽ മീൻസ് ഇറ്റ് ഇസ് ആൻ ഇമാജിനറി പ്ലെയിൻ. നമ്മൾ സങ്കല്പിക്കുന്നു അങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയിനിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസ് ഒക്കെ എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനൊരു ബെഞ്ച് മാർക്ക് വേണം, ഒരു ക്രൈറ്റീരിയ വേണം. ഇതിന് തൊട്ടടുത്താണ്, അതിൻ്റെ പുറകിലാണ്, ഇതിൻ്റെ മുന്നിലാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് റിലേറ്റീവായിട്ട് മാത്രമേ നമുക്കെല്ലാം പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ഇഷ്ടംപോലെ ഓർഗൻസ് ഉണ്ട്. ഓർഗൻസ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾ, ഇതൊക്കെ എവിടെയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഇമാജിനറി പ്ലെയിനിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് എങ്ങോട്ടാണ്? റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, ഏത് ഭാഗം എവിടെയാണ് ഇരിക്കുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അനാറ്റമിക്കൽ പ്ലെയിനിനെ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്ലെയിനിനെയാണ് നമ്മൾ ബോഡി പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും കൊറോണൽ പ്ലെയിൻ, സജിറ്റൽ പ്ലെയിൻ, ആക്സിയൽ പ്ലെയിൻ, ഇങ്ങനെ 3 പ്ലെയിൻസ് ആണുള്ളത്. ഈ 3 പ്ലെയിൻസിലും റിലേറ്റീവായിട്ടാണ് നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സും നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റും നമ്മൾ പറയുന്നത്. Let us see one by one. The first is sagittal plane. Sagittal plane means it is otherwise known as lateral plane. It is a plane parallel to the sagittal suture which divides the body into right and left. നമ്മുടെ ശരീരത്തിനെ വലതുവശം ഇടതുവശം എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സജിറ്റൽ സീച്ചർ, നമ്മുടെ ക്രേനിയത്തിലെ സജിറ്റൽ സീച്ചറിന് പാരലലായിട്ട് സമാന്തരമായിട്ട് വരുന്ന ഒരു പ്ലെയിനാണത്. അങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള രണ്ടായിട്ടെന്ന് പറയുമ്പോൾ സിമെട്രിക്കലായിട്ടുള്ള 2 ഹാഫ്, റൈറ്റ് സൈഡിൽ ഒരു ഹാഫ്, ലെഫ്റ്റ് സൈഡിൽ ഒരു ഹാഫ്. സോ ലെഫ്റ്റ് ഹാഫിൽ എന്തൊക്കെയുണ്ട്, റൈറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട് എന്ന് പറയാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ സജിറ്റൽ പ്ലെയിൻ. The next is coronal plane. Coronal plane, or it is otherwise known as the frontal plane, it divides the body into dorsal and ventral portion. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നടുവിലൂടെ ഒരു കട്ട് വന്നു കഴിഞ്ഞാൽ മുന്നിലും പിന്നിലും ആയിട്ട് എന്തൊക്കെയുണ്ട്, ഡോഴ്സൽ ഓർ ദ ബാക്ക് പോർഷൻ ആൻഡ് ദ വെൻട്രൽ ഓർ ദ ഫ്രണ്ട് പോർഷൻ. നേരത്തെ നമ്മൾ സജിറ്റൽ സീച്ചറിൽ ലെഫ്റ്റും റൈറ്റും ആണ് പറഞ്ഞത്. ഓക്കെ, ഇത് ഫ്രണ്ടിലും ബാക്കിലും എന്തൊക്കെയുണ്ട്. That is the coronal plane. The next is the transverse plane. Transverse plane, it divides the body into cranial and caudal portions. അതായത് cranial means towards the head, ഹെഡിൻ്റെ അടുത്തേക്ക്. caudal portion means towards the tail. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ക്രേനിയത്തിൻ്റെ അടുത്തേക്ക് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്, ടുവേഴ്സ് ക്രാനിയം മൂവ് ചെയ്യുന്നത് ഏതൊക്കെ പൊസിഷൻസ് ആണ്, അതുപോലെ തന്നെ തിരിച്ച് കോഡൽ ടുവേഴ്സ് ദ ടെയിൽ എൻഡ്, അങ്ങനെ കട്ട് ചെയ്യുന്ന ആ പ്ലെയിൻ ആണ്. ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ദ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. ഓക്കെ, ദീസ് ആർ ദ മെയിൻ 3 പ്ലെയിൻസ്. സി ദ കൊറോണൽ പ്ലെയിൻ, സജിറ്റൽ പ്ലെയിൻ ആൻഡ് ദ ആക്സിയൽ പ്ലെയിൻ. ഇത് 3ഉം ഒരു പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് എന്താണ്, എത്ര തരത്തിലെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ഉണ്ട്, അനാറ്റമിക്കൽ പ്ലെയിൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് കുറേ ടെർമിനോളജീസ് ഉണ്ട്. എന്താണ് ഫ്ലെക്ഷൻ, എന്താണ് എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, ഇതെല്ലാം ഓരോ ജോയിൻറ്റിൻ്റെയും മൂവ്മെൻറ്റ്സ് ആണ്. ഈ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അതും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രാക്ടിക്കൽ കാണാം. സോ അതുവരത്തേക്കും താങ്ക് യു.